രണ്ട് തരത്തിലുള്ള മരണമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് തരത്തിലുള്ള മരണം. ഒന്നാമത്തെ മരണം എങ്ങനെയാണ്? ജീവിതത്തെ പാപഭംഗിലമാക്കിയ മനുഷ്യർ, തൗഹീദില്ലാത്ത മനുഷ്യർ, ബിദ്അത്തിൽ നടമാടിയ മനുഷ്യൻ, ജീവിതത്തിൽ എല്ലാ വേണ്ടാധീനങ്ങളും ചെയ്ത മനുഷ്യൻ, ഹറാമാണോ ഹലാലാണോ ഞാൻ തിന്നുന്നത്, എന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് എന്ന് ചിന്തിക്കാതെ സമ്പത്ത് വാരിക്കൂട്ടാൻ വ്യഗ്രത കാണിച്ച മനുഷ്യൻ, ജീവിതം മുഴുവൻ ആഖിറത്തിന്റെ കാര്യത്തിൽ വട്ടപൂജ്യം നേടിയ മനുഷ്യൻ, നാളെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ചില രംഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തരുന്നു. ആ രംഗങ്ങൾ അല്ലാഹ് പറയാണ്, വലൗ തറാ ഇദ്ദാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജൂ അൻഫുസകും അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ. പ്രവാചകരെ, താങ്കൾ കാണുകയാണെങ്കിൽ വൃത്തികെട്ട മനുഷ്യന്മാരുടെ മരണത്തിന്റെ രംഗമെങ്ങാനും അങ്ങ് കാണുകയാണെങ്കിൽ നബിയെ, അവർ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ ചില മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. ആ മലക്കുകളുടെ രൂപത്തെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞത്, കറുത്തിരണ്ട നിറമുള്ളവരാണവർ, പരുക്കൻ സ്വഭാവമുള്ളവരാണവർ, ദുർഗന്ധം വമിക്കുന്ന വസ്ത്രം ധരിക്കുന്നവരാണവർ. ഇത്തരത്തിലുള്ള മലക്കുകൾ ക്രൂരന്മാരായ, കിരാതന്മാരായ, വിരൂപികളായ, ദുർഗന്ധം വമിക്കുന്ന അള്ളാഹുവിന്റെ അദാബിന്റെ മലക്കുകൾ ഈ മനുഷ്യന്റെ ചുറ്റിലും വന്നുകൊണ്ട് ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയാണ്, അദാബിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയാണ്. ആ മനുഷ്യന്റെ ചുറ്റിലും നിന്നുകൊണ്ട് ഈ മലക്കുകൾ പറയുകയാണ്, അഖ്രിജൂ അൻഫുസകും, എവിടെയാണ് നിന്റെ ആത്മാവ്? എവിടെയാണ് നശിച്ച നിന്റെ ആത്മാവ്? എവിടെയാണ് വൃത്തികെട്ട നിന്റെ ആത്മാവ്? ആ ആത്മാവിനെ നീ പുറത്തേക്ക് കൊണ്ടുവരിക. അതുമായി യാത്ര പോകാൻ വന്നവരാണ് ഞങ്ങൾ. മലക്കുകളുടെ ഈ വിളി കേൾക്കുമ്പോ റസൂലുള്ള പറയുന്നു, ആത്മാവതാ ശരീരത്തിന്റെ അകത്തേക്ക് ഉൾവലിയുകയാണ്. എന്നാൽ ഈ മലക്കുകൾ ആ ശരീരത്തിന്റെ അകത്തേക്ക് മുഴുകി പ്രവേശിച്ചുകൊണ്ട് അടിയും ഇടിയും പ്രഹരവുമായി ഈ ആത്മാവിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. ആത്മാവിന് ശരീരത്തിൽ നിന്ന് പറിച്ചെടുക്കുകയാണ്. ഈ മനുഷ്യൻ എന്തെന്നില്ലാത്ത വേദനയുമായി പിടയുകയാണ്. തൊണ്ടക്കുഴി വരെ റൂഹ് പറിച്ചെടുക്കുമ്പോ അല്ലാഹു റൂഹിനാൽ ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു. എന്നിട്ട് ആ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹിനെ സ്വീകരിക്കുകയാണ്. ആ ശരീരത്തിൽ നിന്ന് റൂഹിനെ പറിച്ചെടുത്തുകൊണ്ട് ആകാശലോകത്തേക്ക് യാത്രയാകുകയാണ്. ആകാശലോകത്തേക്ക് യാത്രയാകുമ്പോ അവിടെയുള്ള മലക്കുകൾ ഈ അദാബിന്റെ മലക്കുകളോട് ചോദിക്കുകയാണ്, ഏത് വൃത്തികെട്ടവനാണിവൻ, ഏത് തോന്നിയവാസിയാണിവൻ, എന്തൊരു ഇവന്റെ ആഗതം എന്തൊരു ദുർഗന്ധമാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോ അദാബിന്റെ മലക്കുകൾ പറയുകയാണ്, എന്നാൽ ഇന്ന മനുഷ്യനാണ് ഇസ്സത്തിന്റെ ഉടമയായിരുന്നു, പ്രതാപത്തിന്റെ ഉടമയായിരുന്നു, അന്തസ്സിന്റെ ഉടമയായിരുന്നു. ജീവിതത്തിൽ സത്യമുണ്ടായിട്ടില്ല, ജീവിതത്തിൽ ധർമ്മമുണ്ടായിട്ടില്ല, ജീവിതത്തിൽ നീതി ഉണ്ടായിട്ടില്ല. അൽയൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ. അതുകൊണ്ട് ഇന്നേ ദിവസം ഇവനെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് അല്ലാഹുവിന്റെ നിന്ദ്യമായ നീചമായ ശിക്ഷയുടെ കൂടാരത്തിലേക്കാണ്. ഇവൻ അഹങ്കാരിയായിരുന്നു. ആകാശത്തിലേക്ക് കടന്നു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാം ആകാശത്തിന്റെ വാതിൽ മുട്ടുന്ന സമയത്ത് ആകാശങ്ങളുടെ പവിത്രമായ വാതിലുകൾ അതാ കൊട്ടിയടക്കപ്പെടുകയാണ്. അവിടെ ഒരാൾ വിളിച്ചു പറയുകയാണ്, ഒരു മലക്ക് വിളിച്ചു പറയുകയാണ്, ഈ വൃത്തികെട്ടവന്റെ ആത്മാവിനെ പരിപാവനമായ ആകാശലോകത്തേക്ക് പ്രവേശിപ്പിക്കില്ല, വലിച്ചെറിഞ്ഞുകൊള്ളുക. അങ്ങനെ ആ മനുഷ്യന്റെ ആത്മാവിനെ താഴേക്ക് വലിച്ചെറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യന്റെ മൃതദേഹം കഫൻ പൊതിഞ്ഞുകൊണ്ട് ഖബർസ്ഥാനിലേക്ക് എടുക്കുകയാണ്. റസൂലുള്ള പറയുന്നു, ആ മൃതദേഹം ആരും കേൾക്കാത്ത സ്വരത്തിൽ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടാകും, പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ടാകും, എവിടേക്കാണ് എന്നെ നിങ്ങൾ കൊണ്ടുപോകുന്നത്? എന്റെ വീട്ടിൽ നിന്ന് എവിടേക്കാണ് എന്നെ നിങ്ങൾ ഇറക്കി കൊണ്ടുപോകുന്നത്? എങ്ങോട്ടാണ് നിങ്ങളുടെ സഞ്ചാരമെന്ന് ആ മൃതദേഹം ഉറക്കെ കരയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ മനുഷ്യന്റെ മൃതദേഹത്തെ ഖബറിടത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഖബറിന്റെ ചുറ്റിലുമുള്ള കുടുംബക്കാരിൽ അവസാനത്തെ ആളും പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഖബറിലേക്ക് രണ്ട് മലക്കുകൾ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മലക്കുകളുടെ രൂപം ഭീകരവും
ഭീകരവും ഭയാനകവുമാണെന്ന് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ മലക്കുകൾ ഈ മനുഷ്യനോട് സംസാരിക്കുകയാണ്, ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്താണ് ആ ചോദ്യം? മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്, ആരാണ് നിന്റെ രക്ഷിതാവ്, ആരെയാണ് നീ ആരാധിച്ചത്, ആരോടാണ് നിന്റെ വേവലാതി പറഞ്ഞത്, ആരോടാണ് നിന്റെ വ്യസനങ്ങളും വ്യതകളും പറഞ്ഞതെന്ന് ആ മനുഷ്യരോട് ചോദിക്കുമ്പോ ആ മനുഷ്യനതാ മറുപടി പറയുകയാണ്, ഹാ ഹാ ലാ അദ്രി, എന്റെ നാശമേ, എന്റെ നാശമേ, എനിക്കൊന്നും അറിയില്ല. ജനങ്ങൾ ഇന്നതൊക്കെ പറയുന്നുണ്ടായിരുന്നു, സത്യമേതാണെന്ന് എനിക്കറിയില്ല, അസത്യമേതാണെന്ന് എനിക്കറിയില്ല. മലക്കുകൾ ആ മനുഷ്യനോട് പറയുകയാണ്, നീ നിന്റെ വലത് ഭാഗത്തേക്കൊന്ന് നോക്കണേ. ആ മനുഷ്യൻ വലത് ഭാഗത്തേക്ക് നോക്കുമ്പോ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ആ വലത് ഭാഗത്ത് സ്വർഗത്തിലേക്കുള്ള ഒരു വാതിൽ തുറന്നു കൊടുക്കപ്പെടുന്നതാണ്. ആ വാതിലിലൂടെ സുഗാഡംബരത്തിന്റെ ഭവനമായ സ്വർഗത്തിന്റെ രംഗങ്ങൾ, ആ സ്വർഗത്തിന്റെ അകത്ത് നിന്ന് അടിച്ചു വീശുന്ന പരിമളവും സംഗീതവും ഈ മനുഷ്യൻ ആസ്വദിക്കുകയാണ്. അത്ഭുതം കൂറുന്ന കണ്ണുകളുമായി മലക്കുകളുടെ മുഖത്തേക്ക് നോക്കുന്ന ഈ മനുഷ്യനോട് മലക്കുകൾ പറയുകയാണ്, ഇത് നിനക്ക് തിരിച്ചു പോകാനുള്ള സ്ഥലമല്ല, നിന്റെ മടക്ക് സ്ഥാനമല്ല. അവിടെ നിനക്കൊരു സ്ഥാനം അല്ലാഹു ഉണ്ടാക്കിയിരുന്നു, പക്ഷേ നിന്റെ ജീവിതത്തിന്റെ പ്രവർത്തനം കൊണ്ടത് നേടിയെടുക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല. എവിടേക്കാണ് നിന്റെ മടങ്ങിപ്പോക്കെന്ന് നിനക്ക് കാണണോ? നീ നിന്റെ നീ നിന്റെ ഇടത് ഭാഗത്തേക്കൊന്ന് നോക്കണേ. മലക്കുകളുടെ കൽപ്പന പ്രകാരം ഈ മനുഷ്യൻ ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോ അവിടെ യഥാ മറ്റൊരു വാതിൽ തുറക്കപ്പെടുകയാണ്. ആ വാതിൽ ഭീകരമായ നരകത്തിന്റെ പാതാളത്തിലേക്കുള്ള വാതിലാണ്. ഭീകരവും ഭയാനകവുമായ നരകത്തിനകത്ത് നിന്നുള്ള ദീനരോധനങ്ങളാണ് ആ വാതിലിലൂടെ പുറത്തേക്ക് വരുന്നത്. നരകത്തിനകത്തുള്ള തീക്കുണ്ടാരങ്ങളാണ് ആ വാതിലിലൂടെ പുറത്തേക്ക് വരുന്നത്. നരകത്തിനകത്തുള്ള കരച്ചിലുകളും പൊട്ടിക്കരച്ചിലുകളുമാണ് ആ വാതിലിലൂടെ പുറത്തേക്ക് വരുന്നത്. ഒട്ടകക്കൂട്ടങ്ങളെ പോലെയുള്ള തീജ്വാലകളാണ് ആ വാതിലിലൂടെ വരാൻ പോകുന്ന നരകത്തെ കുറിച്ച് ഈ മനുഷ്യൻ കാണുന്നത്. ഈ മനുഷ്യൻ പേടിച്ച് വിറച്ചുകൊണ്ട് ഭയചകിതനായി മലക്കുകളോട് ചോദിക്കുകയാണ്, എന്താണിത്, എവിടെയാണിത്? മലക്കുകൾ പറയുകയാണ്, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ നിനക്ക് മടങ്ങിപ്പോകാനുള്ള സ്ഥലമാണ്, നിന്റെ തിരിച്ചുപോക്കിനുള്ള സ്ഥലമാണിത്, നിന്റെ പ്രവർത്തനത്തിന്റെ പര്യവസാനമാണിത്, നിന്റെ പ്രയത്നങ്ങളുടെ പരിസമാപ്തിയാണിതെന്ന് മലക്കുകൾ പറയുമ്പോ യാ വൈലതാ യാ ലൈതനി കുന്തു തുറാബാ, യാ ലൈതനി കുന്തു തുറാബാ, നാദാ ഞാനൊരു പിടി മണ്ണായിരുന്നെങ്കിൽ, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എന്റെ ജീവിതത്തിൽ ഞാൻ വല്ലതും മാറ്റിവെച്ചിരുന്നെങ്കിൽ. 24 മണിക്കൂറും ദുനിയാവിന് വേണ്ടി ഓടുന്ന സമയത്ത് ഒറ്റക്ക് കിടക്കുന്ന ഈ ഖബറിന് വേണ്ടി 1 മണിക്കൂർ ഞാൻ മാറ്റിവെച്ചിരുന്നെങ്കിൽ, ഖുർആൻ പഠിക്കാൻ അല്പം സമയമൊന്ന് ഞാൻ മാറ്റിവെച്ചിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അല്പം സമയം ഞാൻ മാറ്റിവെച്ചിരുന്നെങ്കിൽ, അനുഷ്ഠിച്ച വ്രതാനുഷ്ഠാനങ്ങളിൽ അല്പം ഒരു ആത്മാർത്ഥത എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോ ആ മലക്കുകളതാ യാത്ര പറയുകയാണ്. മലക്കുകൾ തിരിച്ചു പോകുന്നു. ഖബറി മനുഷ്യനെ ഇടുക്കിക്കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാരിയെല്ലുകൾ തമ്മിൽ കോർത്തിണങ്ങുമാർ ആ ഖബർ അയാളെ ഇടക്കുകയാണ്. ഖബറിലേക്ക് വല്ലാത്തൊരു ദുർഗന്ധം വരികയാണ്. ഒരു വൃത്തികെട്ട ദുർഗന്ധം ഖബറിലേക്ക് വരുന്നു. ഈ മനുഷ്യൻ കണ്ണു തുറന്നുകൊണ്ട് ആ ദുർഗന്ധം വരുന്ന സ്ഥലത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ യഥാ വിരൂപിയായ പിശാചിന്റെ മുഖമുള്ളൊരു മനുഷ്യൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഈ ഖബറാളി ചോദിക്കുകയാണ്, ആരാണ് നീ, ആരാണ് നീ, എന്തിനാണ് നീ എന്റെ ഖബറിലേക്ക് വന്നത്? ഈ വിരൂപിയായ പിശാചിനെ പോലെയുള്ള മനുഷ്യൻ മറുപടി പറയുകയാണ്, അന അഅ്മാലുക സയ്യിആത്ത്, അന അഅ്മാലുക സയ്യിആത്ത്, ഞാൻ നിന്റെ ദോഷകർമ്മങ്ങളാണ്, ഞാൻ നിന്റെ പാപകർമ്മങ്ങളാണ്, നിന്റെ കളവ് പറച്ചിലുകളാണ്, നിന്റെ ചതിയാണ്, വഞ്ചനയാണ്, വ്യഭിചാരമാണ്, കള്ളുകുടിയാണ്, മതത്തരിന്നിക്കലാണ്, നമസ്കാരം ഉപേക്ഷിക്കലാണ്, ഞാൻ നിന്റെ കൂട്ടുകാരനാണ്. ഖിയാമത്ത് നാൾ വരെ ഈ ഖബറിൽ ഞാൻ നിന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്ന് ആ ഖബറിൽ കടന്നു വന്ന പിശാചിന്റെ രൂപമുള്ള മനുഷ്യൻ പറയുന്ന സമയത്ത് ഈ മനുഷ്യൻ വീണ്ടും ആർത്തട്ടഹസിച്ച് കരയുകയാണ്, യാ ലൈതനി കുന്തു തുറാബാ, യാ ലൈതനി കുന്തു തുറാബാ, ഞാനൊരു പിടി മണ്ണായിരുന്നെങ്കിൽ റബ്ബേ, ഞാനൊരു പിടി മണ്ണായി നാമാവശേഷമായി പോയിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു നാഥാ എന്ന് ഈ മനുഷ്യൻ ഖബറിൽ വെച്ച് പറയുകയാണ്. തിരുനില്ല സഹോദരങ്ങൾ,
മുഅ്മിനീങ്ങളെ, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതുന്നത് വരെ ഖബറിൽ കിടന്ന് ഈ മനുഷ്യൻ ശിക്ഷ അനുഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നാമത്തെ മരണമാണ്. എന്നാൽ മറ്റൊരു മരണത്തെക്കുറിച്ച് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മരണത്തിന്റെ പ്രത്യേകത എന്താണ്? ജീവിതത്തിൽ പ്രയാസം സഹിച്ചവർ, ജീവിതത്തിൽ ബുദ്ധിമുട്ട് സഹിച്ചവർ, കരകളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് സമൂഹ മധ്യത്തിൽ പ്രഖ്യാപിച്ച ഒറ്റ കാരണം കൊണ്ട് വഹാബി എന്ന് വിളിക്കപ്പെട്ടവർ, ഒറ്റ കാരണം കൊണ്ട് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തപ്പെട്ടവർ, ഒറ്റ കാരണം കൊണ്ട് സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരണം ഏറ്റുവാങ്ങിയവർ, നാളെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ജീവിതത്തിലൊരു നമസ്കാരം പോലും ഉപേക്ഷിച്ചിട്ടില്ലാത്ത, ജീവിതത്തിലൊരു മനുഷ്യ സൃഷ്ടിയുടെ മനസ്സ് പോലും വേദനിപ്പിച്ചിട്ടില്ലാത്ത നല്ല മനുഷ്യർ മരിക്കാൻ കിടക്കുമ്പോ അവരെയും വരവേൽക്കാൻ മലക്കുകൾ വരുമെന്ന് റസൂലുള്ളാഹ്. ആ മലക്കുകളുടെ പ്രത്യേകത എന്താണ്? വെളുവെളുത്ത സുന്ദരന്മാരാണവർ. അവരുടെ വസ്ത്രം വെള്ള വസ്ത്രം ആയിരിക്കും. അവർ വസ്ത്രത്തിൽ സുഗന്ധം, സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധം പൂശിയിട്ടുണ്ടാകും. മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന്റെ ഇടത്തേക്ക് ഈ മലക്കുകൾ കടന്നു വരികയാണ്. എന്നിട്ട് മലക്കുകളോടും ഈ മനുഷ്യരോട് പറയുകയാണ്, ഇത് യാത്ര പോകാനുള്ള സമയമാണ്. സൂറത്തുൽ ഫജ്റിന്റെ അവസാനത്തെ ഭാഗത്ത് ആ മലക്കുകളുടെ സംസാരം എന്താണെന്ന് അല്ലാഹ് നമുക്ക് പഠിപ്പിച്ചു തന്നു. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ ശാന്തിയടഞ്ഞ ആത്മാവേ, അല്ലയോ ത്യാഗം കൊണ്ട് നിർവൃതിയടഞ്ഞ ആത്മാവേ, ഇത് മടക്കയാത്രക്കുള്ള സമയമാണ്, ഇത് തിരിച്ചുപോക്കിനുള്ള സമയമാണ്. തൃപ്തിപ്പെട്ട നിന്റെ രക്ഷിതാവിന്റെ അടുത്തേക്ക് തൃപ്തിയുള്ളവനായ നിലയിൽ തിരിച്ചു പോകാനുള്ള സമയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മലക്കുകളുടെ ഈ വിളിയാളം കേൾക്കുന്ന സമയത്ത് ശരീരത്തിന്റെ അകത്ത് നിന്ന് പൂജയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നത് പോലെ, വെണ്ണയിൽ നിന്ന് നൂലൂരിയെടുക്കുന്നത് പോലെ ആത്മാവത ശരീരത്തിന്റെ പുറത്തേക്ക് വരികയാണ്. തൊണ്ടക്കുഴി വരെ ആത്മാവ് പുറത്തേക്ക് വരുമ്പോ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം സലാം പറഞ്ഞുകൊണ്ട് കടന്നു വന്ന് ആ ആത്മാവിനെ വരവേൽക്കുമെന്നും ആ ആത്മാവുമായി സ്വർഗലോകത്തിലേക്ക് യാത്രയാകുമെന്നും ആകാശത്തിന്റെ അനന്തതയിലൂടെ കടന്നു പോകുമ്പോ ആകാശത്തുള്ള മലായിക്കത്തുകൾ ചോദിക്കുകയാണ്, ഏത് ഭാഗ്യവാനാണിവൻ, ഏത് നല്ലവനാണിവൻ, ഏത് സുഹൃതവാനാണിവൻ, ഏത് മനുഷ്യനാണിവൻ, ഏത് ഉത്കൃഷ്ടനാണിവൻ എന്ന് മലക്കുകളെ ചോദിക്കുമ്പോ, എന്നാൽ ഇന്ന് മനുഷ്യനായിരുന്നു, ത്യാഗം സഹിച്ചിട്ടുണ്ട്, ഒരുപാട് കളവില്ലാത്ത, വഞ്ചനയില്ലാത്ത, ചതിയില്ലാത്ത ജീവിതമായിരുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കൽപ്പനയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുകയാണ്. സലാമുൻ അലൈക്, സലാമുൻ അലൈക്. മലക്കുകളായ മലക്കുകൾ മുഴുവൻ ആ ആത്മാവിന് സമാധാനത്തിന്റെ ആശീർവാദം അർപ്പിക്കുകയാണ്. ഒന്നാം ആകാശം കടന്ന്, രണ്ടാം ആകാശം കടന്ന് അല്ലാഹു ഉദ്ദേശിച്ച സ്ഥലത്ത് ഒരു കിതാബിലെ പേര് രേഖപ്പെടുത്തിക്കൊണ്ട് മലക്കുകൾ അതുപോലെ തന്നെ ഖബറിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് വീടിന്റെ അകത്ത് മയ്യത്ത് പൊതിഞ്ഞുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് എടുക്കുന്ന സമയത്ത് ഈ മയ്യത്ത് സംസാരിക്കുമെന്നാണ്. ആ മയ്യത്തിന്റെ സംസാരം എന്താണ്? എന്നെ എന്റെ കുടുംബം കാത്തിരിക്കുകയാണ്, എന്റെ സ്വർഗം എന്നെ കാത്തിരിക്കുകയാണ്, എന്റെ വീട് എന്നെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പാദങ്ങൾ ചടുലമാകട്ടെ, നിങ്ങളുടെ സഞ്ചാരങ്ങൾ വേഗമാകട്ടെ, നിങ്ങളുടെ നീക്കം വേഗമാകട്ടെ എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ ധൃതി കൂട്ടുമെന്നാണ്. അങ്ങനെ ഈ മനുഷ്യനെ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, ഖബറിന്റെ ചുറ്റുമുള്ള അവസാനത്തെ ആളും പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആത്മാവും ശരീരവും തമ്മിൽ ഒന്നുകൂടി യോജിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖബറിന്റെ അകത്തേക്ക് മലക്കുകൾ കടന്നു വരുന്നതാണ്. മലക്കുകൾ ഈ മനുഷ്യനോട് ചോദ്യം ചോദിക്കും, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? ഓരോ ചോദ്യങ്ങൾക്കും ഭയമില്ലാതെ, ബേജാറില്ലാതെ ഈ മനുഷ്യൻ മറുപടി പറയുമെന്ന് റസൂലുള്ളാഹ്. ആരാണ് നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോ ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനെ, അല്ലാഹു റബ്ബി, അല്ലാഹുവാണ് എന്റെ രക്ഷിതാവ്, അല്ലയാണ് എന്റെ രക്ഷിതാവ് എന്ന് മറുപടി പറയുമെന്ന് ഈ മനുഷ്യൻ. അങ്ങനെ ഓരോ ചോദ്യത്തിനും മറുപടി പറഞ്ഞു കഴിയുമ്പോ മലക്കുകൾ ഈ മനുഷ്യനോട് പറയുകയാണ്, നീ നിന്റെ ഇടതുഭാഗത്തേക്കൊന്ന് നോക്കണേ. ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോ നരകത്തിലേക്കുള്ള ഭീകരമായ വാതിൽ ഇടതുഭാഗത്ത് തുറന്നു കൊടുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹ്. ആ നരകത്തിന്റെ ഭീകരവും ബീഭത്സവും ഭയാനകവുമായ രംഗം കണ്ടുകൊണ്ട് ഈ മനുഷ്യൻ എന്താളിച്ചു നിൽക്കുമ്പോ മലക്കുകൾ പറയുകയാണ്, പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, അത് നിനക്ക് പോകാനുള്ള സ്ഥലമല്ല. നീ നിന്റെ വലതുഭാഗത്തേക്കൊന്ന് നോക്കണേ. വലതുഭാഗത്തേക്ക് നോക്കുമ്പോ സ്വർഗത്തിലേക്കുള്ള വാതിൽ അതാ തുറക്കപ്പെടുകയാണ്.
ആ സ്വർഗത്തിൽ അല്ലാഹു സൃഷ്ടിച്ചു വെച്ച ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള മണിമാളികകളും രമ്യഹർമ്മങ്ങളും കണ്ടു കഴിയുമ്പോൾ ഈ മനുഷ്യന്റെ മനസ്സ് കുളിരുകയാണ്. മലക്കുകൾ പറയുന്നു, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ, ഹശ്റിന്റെ മൈതാനിയിൽ വിചാരണ ചെയ്തു കഴിഞ്ഞാൽ ഈ സ്വർഗത്തിലേക്കാണ് താങ്കൾക്ക് മടങ്ങിപ്പോകാനുള്ളത്. അവിടെ വെച്ച് ഈ ഖബറാളി പറയുകയാണ്, നാഥാ അജ്ജിലുൽ ഖിയാമ, അല്ലാഹുവേ ഖിയാമത്ത് നാൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണേ, ഖിയാമത്ത് നാൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണേ എന്ന് അവിടെ വെച്ച് ഈ ഖബറാളി ദുആ ചെയ്യുമെന്നാണ്. അങ്ങനെ മലക്കുകൾ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ, മലക്കുകൾ പിരിഞ്ഞ് യാത്രയായി കഴിഞ്ഞാൽ ആ ഖബറിലേക്ക് ഒരു ആഗതൻ കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ ആഗതന്റെ പ്രത്യേകത എന്താണ്? വ്യക്തിത്വമുള്ള, സുഗന്ധം പൂശിയ, ആരും കണ്ടാൽ ആദരിച്ചു പോകുന്ന, ബഹുമാനിച്ചു പോകുന്ന ഒരു മനുഷ്യൻ ഈ ഖബറാളിയുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. ഈ ഖബറാളി ചോദിക്കുകയാണ്, ആരാണ് നീ, എന്താണ് നിന്റെ ആഗമനോദ്ദേശം? ഈ വന്ന മനുഷ്യൻ പറയുകയാണ്, അന അഅ്മാലുക സ്വാലിഹാത്ത്, അന അഅ്മാലുക സ്വാലിഹാത്ത്, ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ്, ഞാൻ നിന്റെ നമസ്കാരമാണ്, ഞാൻ നിന്റെ വ്രതാനുഷ്ഠാനമാണ്, ഞാൻ നിന്റെ അധികാരങ്ങളാണ്, ഞാൻ നിന്റെ ഖുർആൻ പാരായണങ്ങളാണ്, ഞാൻ നിന്റെ ത്യാഗമാണ്, ഞാൻ നിന്റെ പ്രയാസമാണ്, ഞാൻ നിന്റെ ബുദ്ധിമുട്ടുകളാണ്. ഖിയാമത്ത് നാൾ വരെ നിന്റെ കൂടെ ഇവിടെ ഞാൻ ഉണ്ടായിരിക്കും, നിനക്ക് കൂട്ടിനായി ഞാൻ ഉണ്ടായിരിക്കും. ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഹശ്റിന്റെ മൈതാനിയിൽ നിന്റെ കൈപിടിച്ചുകൊണ്ട് ശ്രാദ്ധവാദങ്ങളെന്ന് സ്വർഗത്തിലേക്ക് പോകാനും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഈ മനുഷ്യൻ മറുപടി പറയുകയാണ്. അതുകൊണ്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂര്യനോതുന്നത് വരെ ഉറങ്ങിക്കൊള്ളുക, വിശ്രമിച്ചുകൊള്ളുക. കല്ലെറിയാൻ ആളുകളില്ല, കൂക്ക് വിളിക്കാൻ ആളുകളില്ല, പരിഹസിക്കാൻ ആളുകളില്ല, ബഹിഷ്കരിക്കാൻ ആളുകളില്ല. അതുകൊണ്ട് ഉറങ്ങിക്കൊള്ളുക, സമാധാനമായി ശാന്തിയുടെ മടിത്തട്ടിൽ ഈ ഖബറിന്റെ അകത്ത് നീ ഉറങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ ഉറക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇത് ഖബറിലെ രണ്ട് അവസ്ഥകളാണ്, രണ്ട് മരണത്തിന്റെ അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വിവിധ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. സഹോദരങ്ങളെ, ആ മരണം നാം എല്ലാവരും വരവേൽക്കേണ്ടവരാണ്. രണ്ടാമത് പറഞ്ഞ രീതിയിലുള്ള മരണം വരിക്കാൻ, ആ മരണത്തിലൂടെ ഉന്നതമായ നേട്ടങ്ങൾ കൈവരിക്കാൻ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ കൈപിടിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ ശ്രമിക്കേണ്ടതുണ്ട് നാം. സഹോദരങ്ങളെ, പ്രയത്നിക്കേണ്ടതുണ്ട്, നാം പ്രയാസപ്പെടേണ്ടതുണ്ട്. അതിനുശേഷം ഖിയാമത്ത് നാൾ വരാനുണ്ട്. ഖിയാമത്ത് നാളിന്റെ അലാമാത്തുകൾ ഓരോന്നായി, ചെറിയ അലാമാത്തുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യനാളിന്റെ അടയാളമായി പഠിപ്പിച്ചത് എന്തൊക്കെയാണോ അതൊക്കെ ഒരു 70% ചെറിയ അടയാളങ്ങളിൽ പറഞ്ഞത് ഇവിടെ വന്നു കഴിഞ്ഞു. ഓരോ അടയാളങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന, എത്ര കൃത്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ആ അന്ത്യനാളിനെ കുറിച്ച്, ഭീകരം ഭയാനകവുമായ ആ ലോകാവസാനത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വിവിധ രംഗങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ശാസ്ത്രലോകവും ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച്, ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് സമ്മതിക്കുന്നുണ്ട്. ഫേസ് ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു പഠനമുണ്ട് നാസയുടെ കീഴിൽ. ഫേസ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ അവസാനമാണ്, പ്രപഞ്ചത്തിന്റെ അവസാനമാണ്. ആ ഫേസ് ട്രാൻസിഷൻ എന്ന പ്രോസസ് നടക്കുന്ന സമയമായി ശാസ്ത്രം പറയുന്നത് 1 സെക്കൻഡിന്റെ 1000-1 മാത്രമാണ്. 1 സെക്കൻഡിന്റെ 1000-1 ഈ കാണുന്ന ഗ്രഹങ്ങളും ഭൂഗോളങ്ങളും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും അടങ്ങുന്ന ഈ മഹാപ്രപഞ്ചം മുഴുവൻ നാമാവശേഷമായി പോകുമെന്ന് ശാസ്ത്രലോകം പറയുകയാണ്. പരിശുദ്ധ ഖുർആൻ ലോകാവസാനത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് അതുപോലെ തന്നെയാണ് പ്രയോഗിച്ചത്. സൂറത്തുൽ ഖമറിന്റെ അവസാനത്തെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു പറയാൻ, വമാ അംറുനാ ഇല്ലാ വാഹിദതുൻ കലംഹിം ബിൽ ബസർ. നമ്മുടെ കൽപ്പന കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് ലോകം മുഴുവൻ നാമാവശേഷമാകുന്നതാണ്, ലോകം മുഴുവൻ ഇല്ലാതെയാകുന്നതാണ്. പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നു, ഇദസ് സമാഉ ഫതറത് വഇദൽ കവാകിബു തസറത് ഇദശ് ശംസു കുവിറത് വഇദൻ നുജൂമു കദറത്. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ, ആകാശം പിളർത്തപ്പെടുമ്പോൾ, സൂര്യൻ ചുറ്റപ്പെടുമ്പോൾ, പർവ്വതങ്ങൾ നടത്തപ്പെടുമ്പോൾ, സമുദ്രങ്ങൾ ഇളക്കിമറിക്കപ്പെടുമ്പോ, ഭൂമി വിണ്ടുകീറപ്പെടുമ്പോ, പ്രപഞ്ചത്തിന്റെ നിയമം മുഴുവൻ തകിടം മറിയുന്ന സമയത്ത് അതിന്റെ അടയാളം, എന്തിന്റെ അടയാളമാണിത്? ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറിൽ ഊതുന്നതിന്റെ അടയാളമാണിത്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം അവസാനിക്കുന്നതാണ്, എല്ലാം നശിക്കുന്നതാണ്. ജല്ല ജലാലായ അല്ലാഹുവിന്റെ ഇസ്സത്തും ഖുദ്റത്തും
ഖുദ്റത്തും മാത്രം അവശേഷിക്കുന്നതാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അതിന്റെ പുറത്തേക്ക് നാഗരികതകളില്ല, അതിന്റെ പുറത്തേക്ക് പട്ടണങ്ങളില്ല, അതിന്റെ പുറത്തേക്ക് മനുഷ്യന്റെ അഹംഭാവങ്ങളില്ല, അതിന്റെ പുറത്തേക്ക് മനുഷ്യൻ കണ്ടെത്തിയ സാങ്കേതിക വിദ്യകളില്ല, ഘാതങ്ങളപ്പുറത്ത് വട്ടമിട്ട് പറക്കുന്ന ഉപഗ്രഹങ്ങളില്ല, ആകാശത്തെ കീഴടക്കുന്ന യുദ്ധവിമാനങ്ങളില്ല, കടലിനെ ഇളക്കി മറിക്കുന്ന യുദ്ധക്കപ്പലുകളില്ല, മനുഷ്യന്റെ അസൂയയില്ല, അഹങ്കാരമില്ല. എല്ലാം അവിടെ അവസാനിക്കുകയാണ്. ജല്ല ജലാലായ അല്ലാഹുവിന്റെ ഇസ്സത്തും ഖുദ്റത്തും മാത്രം അവിടെ അവശേഷിക്കുകയാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് രണ്ടാമതൊരു തവണ കൂടി സൂറിലൂതാൻ കൽപ്പിക്കുന്നുണ്ട്. ആ ഊത്ത് കഴിയുന്ന സമയത്ത് മരിച്ച് നിർജീവമായി പോയ മൃഗങ്ങളും മനുഷ്യരുമടക്കം എല്ലാവരും എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് നടക്കുകയാണ്. ആ ലക്ഷ്യസ്ഥാനത്തിന് പറയുന്ന പേരാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹ്ശറ മൈതാനി, ഹശറിന്റെ മൈതാനി, വിചാരണ ചെയ്യപ്പെടുന്ന മൈതാനി, ഒരു ചാണ മുകളിൽ സൂര്യൻ കത്തിച്ചൊലിക്കപ്പെടുന്ന മൈതാനി, ചെറിയ കുട്ടി വൃദ്ധനായി പോകുന്ന മൈതാനി. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നീ. പെറ്റുപോറ്റിയ മാതാവ് ഓടിയകലുന്ന ദിവസമാണ്. സ്നേഹസരണയായ പിതാവ് പ്രിയപ്പെട്ട പിതാവ് ഒഴിവാക്കുന്ന ദിവസമാണ്. സഹോദരന്മാര് പരസ്പരം പഴിക്കുന്ന ദിവസമാണ്, കുറ്റം പറയുന്ന ദിവസമാണ്. ഈ ലോകത്തെ മുഴുവൻ ബലി നൽകിയാലും എന്നെ രക്ഷിച്ചാൽ മതി, എന്റെ ഭാര്യയെ തരാം, എന്റെ മകളെ തരാം, എന്റെ ഉമ്മാനെ തരാം, എന്റെ വാപ്പാനെ തരാം, പകരം എന്നെ രക്ഷിച്ചാൽ മതി എന്ന് ഓരോ മനുഷ്യനും പറയുന്ന ദിവസമാണ്. ആ മഹ്ശറയിൽ അർശിന്റെ തണൽ നൽകപ്പെടുന്ന ചില ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ആളുകളുടെ കൂട്ടത്തിലാകുവാൻ അല്ലാഹുവിനോട് നാം എപ്പോഴും പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, ആ മൈതാനിയിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് അവസാനത്തെ മനുഷ്യൻ വരെ കൂടി നിൽക്കുന്ന ആ മൈതാനിയിൽ ചില വിഐപികളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും വിചാരണയ്ക്ക് വേണ്ടി കാത്തുകെട്ടി നിൽക്കുന്ന സമയത്ത് വിചാരണ മാനിക്കാതെ, വിചാരണയില്ലാതെ 70,000 മടങ്ങുന്ന ഒരു സംഘം ആ മഹ്ശറ വൻസഭയിൽ കൂടി നിൽക്കുന്ന ജനമധ്യത്തിലൂടെ അതിശീഘ്രം കടന്നു പോകും സ്വർഗത്തിലേക്കെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യരുടെ പ്രത്യേകതയായ റസൂൽ പറഞ്ഞത്, അവർ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരാണ്, അവർ മന്ത്രിപ്പിക്കാത്തവരാണ്, അവർ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ മന്ത്രം കൊണ്ടും തന്ത്രം കൊണ്ടും ആശ്വാസം കാണാതെ അല്ലാഹുവിന്റെ ഖുദ്റത്തിൽ വിശ്വസിച്ച് അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരാണ് അവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിന്റെ മുന്നേ ആ മഹ്ശറയിൽ നിന്ന് പിരിയുന്ന ഒരു രംഗം, രണ്ട് രംഗമുണ്ട്. ചില ആളുകളെ സബാനിയത്തിന്റെ മലക്കുകൾ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഭീകരമായ രംഗങ്ങളുണ്ട്. എന്നാൽ ചില ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിചാരണയ്ക്ക് വിളിക്കുകയാണ്. അവർ ചെയ്ത തെറ്റുകൾ അല്ലാഹു അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പേടിച്ചാലില പോലെ വിറക്കുകയാണ് ആ മനുഷ്യർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യരടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറയുകയാണ്, പേടിക്കേണ്ടതില്ല, ഭയക്കേണ്ടതില്ല, ലാ തഹ്സൻ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. നിങ്ങൾ പാപം ചെയ്തപ്പോൾ പശ്ചാത്തപിച്ചിരുന്നു, ദോഷകർമ്മങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനത്തെ തേടിയിരുന്നു. അതുകൊണ്ട് ഇന്നേ ദിവസം നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല. നിങ്ങൾ എന്റെ ഫദ്ല് കൊണ്ട്, എന്റെ ഔദാര്യം കൊണ്ട് നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോയിക്കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് പുറത്തു കൊടുത്ത അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങൾ കൂട്ടം കൂട്ടമായി സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരു രംഗം സൂറത്തു സുമറിൽ സുന്ദരമായ രീതിയിൽ മുഅ്മിനിന്റെ മനസ്സ് ആഗ്രഹിച്ചു പോകുന്ന രീതിയിൽ, മുസ്ലിമിന്റെ മനസ്സ് ആശിച്ചു പോകുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു പറയാൻ, വസീഖല്ലദീന തഖൗ റബ്ബഹും മിനൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. അല്ലാഹുവിനെ സൂക്ഷിച്ച ആളുകൾ നാളെ കൂട്ടം കൂട്ടമായി സ്വർഗ്ഗത്തിന്റെ വാതിലിലേക്ക് അടുക്കുമ്പോൾ ആ വാതിലുകൾ അതാ തുറക്കപ്പെടുകയാണ്. ആ വാതിലിന്റെ പുറത്തു നിൽക്കുന്ന മലായികത്തുകൾ, അതിന്റെ ഖസാനാത്തുകൾ അവരോട് പറയുകയാണ്, സലാമുൻ അലൈക്കും, സലാം
സലാമുൻ അലൈക്കും, സമാധാനം നിങ്ങൾക്ക്, ശാന്തി നിങ്ങൾക്ക്, ഈ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതമെന്ന് പറഞ്ഞ് അവരെ വരവേൽക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. സഹോദരങ്ങളെ, ആ സ്വർഗത്തിലെ അനുഗ്രഹം അനുപമവും അതുല്യവും അതിരറ്റതുമാണ്. അവസാനമായി സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ദറജയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് പാപകർമ്മങ്ങൾക്കനുസരിച്ച് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ് നരകത്തിൽ നിന്ന് അവസാനമായി ഒരു മനുഷ്യനെ പുറത്തേക്ക് എടുക്കുമെന്നാണ്. ആ മനുഷ്യൻ കത്തിക്കരിഞ്ഞ് വിരൂപിയായി നരകവാസിയുടെ വലുപ്പത്തെക്കുറിച്ച് റസൂല് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ഒരു തോളിൽ നിന്ന് മറ്റൊരു തോളിലേക്ക് 3 ദിവസത്തെ വേഗതയുള്ള യാത്രക്കാരന്റെ വഴിദൂരമുണ്ട്. അയാളുടെ ഒരു പല്ലിന് ഉഹുദ് പർവ്വതത്തിന്റെ വലുപ്പമുണ്ട്. എന്തിനു വേണ്ടി? അയാളുടെ തൊലിക്ക് 40 മുഴം വണ്ണമുണ്ട്. എന്തിനു വേണ്ടി? നരകത്തിലെ ശിക്ഷ അനുഭവിക്കാൻ, നരകത്തിലെ ദണ്ഡനം അനുഭവിക്കാൻ. അങ്ങനെ നരകത്തിലെ ദണ്ഡനം പാപത്തിനനുസരിച്ച് അനുഭവിച്ചുകൊണ്ട് അവസാനം നരകത്തിൽ ഏറ്റവും അവസാനമായി മോചിപ്പിക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ ദർജയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ മനുഷ്യന് ശേഷം നരകത്തിലുള്ളവർ മുഴുവൻ അവിടെ ശാശ്വതമാണ്. അവർക്ക് മോചനമില്ല, ഒരിക്കലും മോചനമില്ല. സഹോദരങ്ങളെ, ഈ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി നരകത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തിടും. ദാഹം കൊണ്ടും വിശപ്പ് കൊണ്ടും പരവശനായ ഈ മനുഷ്യൻ നരകത്തിൽ നിന്ന് പുറത്തേക്കെത്തിയ ആശ്വാസത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കുമെന്നാണ്. എന്നിട്ട് തന്റെ ചുറ്റിലും നോക്കുമ്പോ ദൂരയതാ സുന്ദരമായ ഒരു മരം കാണുന്നു. ആ മരത്തിന്റെ അടുത്തേക്ക് തന്നെ ഒന്ന് എത്തിക്കാൻ അള്ളാഹുവിനോട് ഈ മനുഷ്യൻ പറയുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനോട് ചോദിക്കും, എന്തിനാണ് നീ ആ മരത്തിന്റെ അടുത്ത് പോകുന്നത്? അള്ളാഹുവിനോട് ഈ മനുഷ്യൻ മറുപടി പറയും, അല്ലാഹ്, ദാഹിക്കുന്നു റബ്ബേ, വിശപ്പുണ്ട്. ആ മരത്തിന്റെ കായ്ക്കനികൾ ഭക്ഷിച്ച് ആ മരത്തിന്റെ പച്ചിലയുടെ നീര് കുടിച്ചുകൊണ്ട് ഞാൻ എന്റെ ദാഹവും വിശപ്പും അകറ്റിക്കൊള്ളാം നാഥാ, എന്നെ ആ മരത്തിന്റെ അടുത്തൊന്ന് എത്തിക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോ അള്ളാഹു ആ മനുഷ്യൻ അവിടേക്ക് എത്തിക്കുമെന്നാണ്. തൊട്ടപ്പുറത്ത് വേറെ സുന്ദരമായ ഒരു മരം അയാൾ കാണുമെന്നാണ്. അള്ളാഹുവിനോട് വീണ്ടും ചോദിക്കും, അള്ളാഹുവേ, ആ മരത്തിന്റെ അടുത്ത് എന്നെ എത്തിച്ചാൽ എനിക്ക് കുറെ കൂടി നല്ല പഴവും കുറെ കൂടി നല്ല പാനീയവും ലഭിക്കുമല്ലോ, അവിടേക്ക് എന്നെ ഒന്ന് എത്തിക്കണേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അവിടേക്ക് നിന്നെ എത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറം നീ ഒരു ആഗ്രഹം പറയുമോ? ആ മനുഷ്യൻ പറയും, ഇല്ല റബ്ബേ, ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാണ്, കാലാകാലം ഞാൻ അവിടെ കഴിഞ്ഞുകൂടിക്കൊള്ളാം. അള്ളാഹു ആ മനുഷ്യൻ ആ മരത്തിന്റെ അടുത്തേക്ക് എത്തിക്കുമെന്നാണ്. ആ മരത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോ ഈ മനുഷ്യന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഒരു വലിയ വാതിൽ ആ മനുഷ്യൻ തന്റെ കണ്ണുകൊണ്ട് കാണുമെന്നാണ്. അള്ളാഹുവിനോട് ഈ മനുഷ്യൻ ചോദിക്കും, അത്രേ അള്ളാഹുവേ, ആ വാതിൽ എന്താണ് ആ വാതിൽ? ആ വാതിലിന്റെ അടുത്ത് എന്നെ ഒന്ന് എത്തിക്കാൻ പറ്റോ? അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു ചോദിക്കും, മനുഷ്യപുത്ര, നീയല്ലേ എന്നോട് പറഞ്ഞത് ഇനി നിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കില്ല എന്ന്, പിന്നെ എന്തുകൊണ്ട് നീ വീണ്ടും ചോദിക്കുന്നു? ഈ മനുഷ്യൻ, അള്ളാഹുവേ, ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാണ്, ആ വാതിലിന്റെ ചാര ഞാൻ അവിടെ ഇരുന്നു കൊള്ളാം, ആ വാതിലിന്റെ അകത്തുകൂടി കടന്നു വരുന്ന സുഗന്ധങ്ങളും സംഗീതങ്ങളും ആസ്വദിച്ച് ഞാൻ കാലം കഴിച്ചു കൂട്ടിക്കൊള്ളാം, എനിക്ക് പാനീയവും വേണ്ട, ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട, എന്നെ അവിടെ എത്തിച്ചു തന്നാ മതി. അള്ളാഹു ഈ മനുഷ്യനെ ആ വാതിലിന്റെ അടുത്തേക്ക് എത്തിക്കുമെന്നാണ്. ഇയാൾ ആ വാതിലിന്റെ അടുത്തെത്തുമ്പോ ആ വാതിൽ തുറക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാതിലിന്റെ അകത്തൂടെ ഈ മനുഷ്യൻ ഒരു വലിയ വിശ്വമഹാപ്രപഞ്ചം കാണുമെന്നാണ്. ഒരു വലിയ സാമ്രാജ്യം, ഒരു വലിയ പ്രപഞ്ചം തന്നെ ഈ മനുഷ്യന്റെ കണ്ണിൽ. രമ്യഹർമ്മങ്ങളും മണിമേടകളും പൂന്തോട്ടങ്ങളും മാറുകളും അരുവികളും മാമലകളും താഴ്വരകളുമായി ഒരു വലിയ സാമ്രാജ്യം, ഒരു വലിയ ലോകം ഈ മനുഷ്യൻ കാണുമെന്നാണ്. ഈ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹുവേ, ഇതാർക്കുള്ളതാണ്? ഇതേത് ഭാഗ്യവാനുള്ളതാണ്? ഇതേത് സുഹൃത്തുവാനുള്ളതാണ്? ഇതേത് പ്രവാചകനുള്ളതാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മറുപടി, അത് നിനക്കുള്ളതാണ്. ആ ലോകം മുഴുവൻ നിന്റെ അധീനതയിലാണ്, നിനക്കുള്ള പ്രതിഫലമാണ് എന്ന് ചോദിക്കുമ്പോ ഹദീസിന്റെ താളുകൾ പറയുന്നു, ഈ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുമെന്നാണ്, അള്ളാഹുവേ, നീ എന്നെ പരിഹസിക്കുകയാണോ? അള്ളാഹുവേ, നീ എന്നെ കളിയാക്കുകയാണോ? അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് അനുയോജ്യമായ രീതിയിൽ ചിരിക്കും എന്നാണ്. അവൻ അനുയോജ്യമായ രീതിയിൽ ചിരിക്കും. എന്നിട്ട് അല്ലാഹ് പറയും, അല്ല, നീ ജീവിച്ച ഭൂമിയും അതിന്റെ 10 ഇരട്ടിയും വരുന്ന സാമ്രാജ്യമുണ്ടതിൽ, അതുകൊണ്ട് നീ അതിലേക്ക് പ്രവേശിച്ചു കൊള്ളുക, അനുഭവിച്ചു കൊള്ളുക. സ്വർഗത്തിലെ ഏറ്റവും ചെറിയ ദർജയാണിത് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മഅ്ശറയിൽ നിന്ന് വിചാരണ കഴിഞ്ഞ് പ്രവാചകന്റെ കൈപിടിച്ചുകൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിച്ച് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം ലഭിച്ചാൽ ആ ഭാഗ്യത്തിന്റെ അളവെത്രയായിരിക്കും? മാലാ ഐനുൻ റഅത് വലാ ഉസ്നുൻ സമീഅത്, ഒരു കണ്ണും
കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത അത്രയും സുഗന്ധവും സൗഭാഗ്യവുമാണ് അവിടെ നമുക്ക് കാത്തിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഇവിടെ ബാക്കിൽ നിന്ന് എഴുത്തും കുത്തൊക്കെ കാണുന്നുണ്ട്. എഴുത്ത് തരുന്നതിന്റെ മുന്നേ ഞാൻ നിർത്താം. അതിന്റെ മുന്നേ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വർഗവാസികൾ അവരുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും അനുഭവിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഒരു അറിയിപ്പുണ്ടാകുന്നതാണ്. ആ അറിയിപ്പ് പ്രകാരമായിരിക്കും എല്ലാവരും ഈ മലഞ്ചെരിവിലേക്ക്, ഇന്ന് താഴ്വരയിലേക്ക് ഒരുമിച്ച് കൂടണം. അങ്ങനെ സ്വർഗവാസികൾ മുഴുവൻ ആ താഴ്വരയിലേക്ക് യാത്രയാകുമെന്നാണ്. അവിടെ വിവിധ തരത്തിലുള്ള ഇരിപ്പിടങ്ങൾ ഉണ്ടാകും. സ്വർണത്തിന്റെ ഇരിപ്പിടങ്ങളും വെള്ളിയുടെ ഇരിപ്പിടങ്ങളും കസ്തൂരിയുടെ ഇരിപ്പിടങ്ങളും അവിടെ ഉണ്ടായിരിക്കും. സ്വർഗവാസികൾ അവരുടെ ദർജ അനുസരിച്ച് ആ ഇരിപ്പിടങ്ങളിൽ ഇരിപ്പുറപ്പിക്കുന്നതാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികളോട് സംസാരിക്കാൻ വരുമെന്ന് തിരുഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹ് ചോദിക്കുകയാണ്, യാ ഇബാദി, എന്റെ അടിമകളെ, നിങ്ങൾ തൃപ്തരാണോ? നിങ്ങൾ സംതൃപ്തരാണോ? സ്വർഗവാസികൾ ഒന്നടങ്കം മറുപടി പറയുകയാണ്, നാഥ, ഞങ്ങൾ സംതൃപ്തരാണ് റബ്ബേ. ഞങ്ങളെ നീ നരകത്തിന്റെ ഭീകരമായ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയില്ലേ? ഞങ്ങളുടെ മുഖത്ത് നീ സംരക്ഷിച്ചില്ലേ? അതുകൊണ്ട് ഞങ്ങൾ തൃപ്തരാണ് നാഥ. അള്ളാഹുവിന്റെ അടുത്ത ചോദ്യം, നിങ്ങൾക്കിനി വല്ല ആഗ്രഹവും ബാക്കിയുണ്ടോ? എന്തെങ്കിലും നിങ്ങളുടെ ആഗ്രഹം അവശേഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ സ്വർഗവാസികൾ പറയുകയാണ്, ഇല്ല നാഥ, എല്ലാം അവസാനിച്ചു, എല്ലാം കൊണ്ടും ഞങ്ങൾ സംതൃപ്തരാണ് റബ്ബേ. അള്ളാഹുവിന്റെ ചോദ്യം, എന്നെ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നെ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സ്വർഗവാസികളിൽ പല ആളുകളും കരഞ്ഞു പോകുമെന്നാണ് അവർ അള്ളാഹുവിനോട് പറയുമെന്നാണ്. അള്ളാഹുവേ, അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം ഈ ലോകത്ത് ഞങ്ങൾക്കില്ല. അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം ഈ ലോകത്ത് ഞങ്ങൾക്കില്ല. ഈ സ്വർഗലോകത്ത് ഞങ്ങൾക്കില്ല. നിന്നെ കാണണം റബ്ബേ, നിന്നൊന്ന് ഞങ്ങൾക്ക് ദർശിക്കണം റബ്ബേ. ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു, ഉഗ്രമായ ഒരു പ്രകാശം അവിടെ മുഴുവൻ പരക്കുമെന്നാണ്. അള്ളാഹുവിന്റെ സംരക്ഷണമില്ലായിരുന്നെങ്കിൽ ആ പ്രകാശം കൊണ്ട് അവരെല്ലാവരും കത്തിച്ചാമ്പലായനെ. പക്ഷേ അള്ളാഹുവിന്റെ സംരക്ഷണം ആ പ്രകാശത്തെ അവർക്ക് പോറലേൽപ്പിക്കുകയില്ല. ആ പ്രകാശത്തിന്റെ മറ നീങ്ങുമ്പോ, ആ പ്രകാശത്തിന്റെ മറയങ്ങ് നീങ്ങിക്കഴിയുമ്പോ, അതാ ലോകത്തിന്റെ സൃഷ്ടാവായ, പ്രപഞ്ചത്തിന്റെ നിയന്താവായ, ജല്ലജലാലായ, മനുഷ്യന്റെ സൃഷ്ടാവായ, ലോകത്തിന്റെ പടച്ച തമ്പുരാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൂർണ്ണ ചന്ദ്രനുള്ള ദിവസം, പൂർണ്ണ നിലാവുള്ള ദിവസം, ആ നിലാവിനെ എത്ര സുന്ദരമായി ലോകത്തിന്റെ പല ദിക്കുകളിൽ നിന്നും ആളുകൾ നോക്കിക്കാണുന്നുവോ, അതുപോലെ അള്ളാഹുവിനെ എല്ലാവരും നിറഞ്ഞ കണ്ണുകളുമായി നോക്കിക്കാണുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് സംസാരിക്കുമെന്നാണ്. ഓരോ അടിമകളോടും അള്ളാഹു സംസാരിക്കുമെന്നാണ്. ആ അടിമയുടെ ജീവിതത്തിലെ രഹസ്യമായ സന്ദർഭങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട്, അതൊക്കെ ഞാൻ നിനക്ക് പുറത്തു തന്നിട്ടില്ലേ എന്നുള്ള ചോദിക്കുമെന്നാണ്. എത്ര സുന്ദരമായ രംഗം, എത്ര സുന്ദരമായ രംഗം സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. അതിനുവേണ്ടി നിങ്ങൾ കിടമത്സരം നടത്തുക, അതിനുവേണ്ടി നിങ്ങൾ പരസ്പരം മത്സരം നടത്തുക. സ്വർഗത്തിൽ ചെന്ന് ആ റബ്ബിനെ കൺകുളിർക്കി ഒന്ന് കാണാൻ, ആ റബ്ബിനെ നിറഞ്ഞ കണ്ണുകളുമായി നോക്കിക്കണ്ട് അവനോട് നേരിട്ട് സംസാരിക്കുവാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കണം, പരിശ്രമിക്കണം സഹോദരങ്ങളെ. അഹോരാത്രമുള്ള പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ രഹസ്യമായതും പരസ്യമായതുമായ തെറ്റുകൾ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ നിങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.